അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്നത് പോലെ നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും ആ കുടുംബത്തിന് നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ആ കുടുംബത്തിന് ആദ്യ ഗഡു നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ആ പ്രദേശത്തുകാർക്ക് വിഷമമുണ്ടാവും, സങ്കടമുണ്ടാവും. പക്ഷെ അവരാരും അക്രമാസക്തരായി ഗവൺമെന്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ കാണുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധ ശബ്ദങ്ങളാണ്. ഞങ്ങൾ സാധാരണ ഈ ഗവൺമെന്റ് പ്രതിഷേധ സമരങ്ങളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് വികാരമുണ്ടാകും. ആ വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട്. ആ നിലപാടനുസരിച്ച് ഞാൻ അധിക വനം വകുപ്പ് മന്ത്രിയായതിനു ശേഷം നടന്ന ഒരു സമരത്തോട്, വനവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരോട് സ്നേഹപൂർവ്വം പെരുമാറുകയാണ്. കാരണം അത് അവരുടെ അവകാശമാണ്. ജനങ്ങളോടൊപ്പം നിൽക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുപ്രവർത്തകന്മാരുടെയും ഒരു ബാധ്യതയാണെന്ന് കരുതുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷെ ഇവിടെ ഒരു പ്രകോപനവുമില്ലാതെ ഇവിടുന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് 10-40 കിലോമീറ്ററിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു പ്രതിഷേധം ആയിക്കോട്ടെ, അതും നമുക്ക് അപലപിക്കേണ്ടതില്ല. ആ പ്രതിഷേധം എങ്ങനെയാണ് പൊടുന്നനവെ അക്രമാസക്തമാകുന്നത്? അങ്ങനെ അക്രമാസക്തമാകുന്ന ഒരു രംഗം വന്നപ്പോ പ്രതിഷേധം നടത്തിയവർക്കെതിരെയല്ല, അക്രമം നടത്തിയവർക്കെതിരെയാണ് പോലീസിന്റെ നിയമാനുസരണമുള്ള നടപടികൾ സ്വീകരിച്ചത്. അത് പോലീസിന്റെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. എന്താണോ നിയമം അനുശാസിക്കുന്നത് ആ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോകണമെന്ന നിലപാടാണ് എനിക്കുള്ളത്, ഗവൺമെന്റിനുള്ളത്. പക്ഷേ ദൌർഭാഗ്യവശാൽ അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അപലപനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമ സുഹൃത്തുക്കളും ഇത് വനത്തിനകത്ത് ഉള്ളതാണ് എന്ന കാര്യം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രാധാന്യം നൽകാതെ മറ്റെല്ലാ സ്ഥലത്തും ഉണ്ടായതുപോലുള്ള വന്യജീവി ആക്രമണത്തിന്റെ ഗണത്തിൽ ഇതും പെടുത്തുന്നത് എത്രത്തോളം യുക്തിസഹമാണ് എന്ന് നിങ്ങളെല്ലാവരും ആലോചിക്കുക.